ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് ആവശ്യം വരുവാണെങ്കിൽ എത്ര കോസ്റ്റ് ഏകദേശം? എന്തായാലും കുറച്ച് നെഗറ്റീവുകൾ കാണും. അങ്ങനെ എന്തൊക്കെ ഒരു കുറച്ച് കോൺസ് ആണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയർ പിന്നീട് ഒരു ഇത് വരുന്നത് സർവീസ് വല്ലതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4500 കിലോമീറ്റർ ഓടിച്ചു. ഓക്കെ, 3 മാസം കൊണ്ട്. ഓക്കെ, ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് കൊള്ളാം. എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിം 2 സബ്സിഡി വന്നിരുന്നു. എത്ര സ്പീഡിൽ വരെ ഈ വാഹനം ഓടിക്കാൻ പറ്റും? 80 km/h വരെ പറ്റുള്ളൂ, അതോ അതിൽ കൂടുതൽ പറ്റുമോ? പിന്നീട് കയറ്റം കയറുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളൊരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് എടുത്ത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അറിയുന്നതിലും ബെറ്റർ ഇതിൻ്റെ ഒരു യൂസർ ഏകദേശം കുറച്ച് മാസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നോർമൽ സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവർക്ക് ഫീൽ ചെയ്തത്, അതുപോലെ എത്ര രൂപ ഇത്ര നാൾ കൊണ്ട് ലാഭിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഈ ഒരു വാഹനത്തിൻ്റെ ഓണറിനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡേവിഡ് എന്ന് പറയുന്ന ആളുടെയാണ് ഈ ഏതർ 450X. ഹായ് ബ്രോ. ഓക്കെ, ഈ വാഹനം എടുത്തിട്ട് ഏകദേശം എത്ര നാളായിട്ടുണ്ട്? ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തത് ജൂലൈ 2-ാം തീയതിയാണ്. ജൂലൈ 2-ാം തീയതി ഈ വർഷം. അപ്പോൾ ഏകദേശം 3-4 മാസത്തോളം ഉപയോഗിച്ചു. മാസത്തോളമായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം ഈ വാഹനം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ? നോർമൽ സ്കൂട്ടർ വേറെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ? എനിക്കൊരു തണ്ടർബേർഡ് ആണുള്ളത്. തണ്ടർബേർഡ് അല്ല, ഗിയർലെസ് 2 വീലേഴ്സ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എൻഡോർക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിപ്പം എനിക്ക് സാധാ ഒരു പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് നല്ല പവറും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ഈ വണ്ടി. ഇലക്ട്രിക് ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പേരിൽ മാത്രമേ പേരിലും നമ്പർ പ്ലേറ്റിലും മാത്രമേ പവറിലൊന്നും അറിയാനായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഏതറിലോട്ട്, വേറെ കുറെ ബ്രാൻഡ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ എന്തുകൊണ്ടാണ് ഏതറിലോട്ട് പോകാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതർ ഒരു കുറച്ച് നാളുകളായിട്ട് തന്നെ റിസർച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 2013 ഇന്ത്യയിൽ അവര് ആരംഭിച്ച് അങ്ങനെ പല റിസർച്ചുകളിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഞാനിപ്പോ ഒരു EV സ്കൂട്ടർ എന്നുള്ള ഇതിൽ വന്നപ്പോഴത്തേക്കും മറ്റ് സ്കൂട്ടറുകൾ പലതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായിട്ട് ഒരുപാടെണ്ണം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ആംബിയർ, ഹീറോ ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം നമ്മുടെ ഈ പത്തനംതിട്ടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയൊന്നും നമ്മുടെ കയറ്റം ഇറക്കമൊന്നും അത്ര യൂസ്ഫുൾ ആയിട്ട് ടെറൈൻസ് കുറച്ചുകൂടി പവർ കൂടുതൽ എടുക്കുന്ന ടെറൈൻസ് ആയതുകൊണ്ട് അതിലോട്ട് പറ്റുന്നില്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ അടുത്തൊക്കെ ഉള്ള കയറ്റങ്ങളാണെന്നുണ്ടെങ്കിലും ഏതർ ഞാൻ എടുക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെയാണ്. എത്ര വിശ്വാസം ഇത് ഞാൻ പല റിവ്യൂസും കണ്ട് എറണാകുളത്തും പിന്നെ ബാംഗ്ലൂര് ഒക്കെയുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് അങ്ങനെ ആണ് ഞാൻ ഏതറിലോട്ട് വരുന്നത്. അന്ന് ഞാൻ വണ്ടി പേയ്മെന്റ് ചെയ്യുമ്പോഴും 1,72,75 75,000 രൂപയ്ക്ക് അടുത്തായിരുന്നു വണ്ടിയുടെ വില. അപ്പോൾ പേയ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിം 2 സബ്സിഡി വന്നിരുന്നു. അതിൽ നിന്ന് ഒരു 10-15 രൂപയ്ക്ക് അടുത്ത് കുറവുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി 1,61 ചില്ലറയ്ക്ക് 1,61,000 രൂപയ്ക്ക് വണ്ടി എനിക്ക് ഓൺ റോഡ് കിട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പം സ്കൂട്ടേഴ്സിനൊക്കെ 1 ലക്ഷം മുകളിലാണ്. ഇപ്പം നമ്മൾ നോർമൽ ആക്റ്റീവ അല്ലെങ്കിൽ ഏത് വാഹനം നോക്കിയാലും 1 lakh എബോവ് ആണ് പ്രൈസ് വരുന്നത്. പിന്നീട് നമ്മുടെ അപ്രിലിയ ഒക്കെ എനിക്ക് തോന്നുന്നു 1.4 1.5 ഒക്കെ 1.5 ലക്ഷം രൂപ അടുപ്പിച്ചാവുന്നുണ്ട് അപ്രിലിയ എടുക്കണമെങ്കിൽ. എനിക്ക് ആ ഒരു പവർ ഏകദേശം ഞാൻ സിംഗിൾ ആയിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ വേറെ സ്കൂട്ടിയിലൊക്കെ വന്നിട്ട് നമ്മുടെ മുന്നിൽ ഷോ ഓഫ് ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ജസ്റ്റ് മോഡ് അങ്ങോട്ട് മാറ്റാൻ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടി പറന്നു പോകും. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മോഡ് മാറ്റാൻ പറ്റും. അങ്ങനത്തെ വണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി നല്ല ടോർക്കോടുകൂടി. ഞാൻ ജസ്റ്റ് ഈ വാഹനം ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ ഇത്രയും പവർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഉള്ളത് പറയാണ്. കാരണം നമ്മൾ ഏറ്റവും മുകളിലത്തെ മോഡാണ് വാർപ്പ് മോഡ് എന്ന് പറയുന്നത്. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുമ്പം നല്ലൊരു പവർഫുൾ 200cc ബൈക്കിനൊക്കെ കൊടുക്കുന്ന ആ ഒരു പവറാണ് നമുക്ക് ഇഞ്ചിൽ കിട്ടുന്നത്. പിന്നീട് ഒരു അത്രയ്ക്ക് പവർ ലോസ് വരാതെ തന്നെ ഒരു 80 വരെയൊക്കെ പോകുന്നുണ്ട്. നമുക്കിനി വിശദമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. പിന്നീട് ഇതിന്റെ ചാർജിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചാർജർ അവർ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഫാസ്റ്റ് ചാർജർ അല്ലെങ്കിൽ പോർട്ടബിൾ ചാർജർ. ഫാസ്റ്റ് ചാർജർ ആകുമ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. വണ്ടിയുടെ കൂടെ ഒരു ചാർജർ അവർ തരുന്നുണ്ട്. അത് ഇതിലേത് ചാർജർ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ചാർജർ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. പിന്നെ അതില് ഞാൻ പോർട്ടബിൾ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്തതും ഫാസ്റ്റ് ചാർജർ ഞാൻ
ഫാസ്റ്റ് ചാർജർ മേടിച്ചാൽ നമുക്ക് വീട്ടിൽ ഫിക്സ് ചെയ്യാൻ ഫിക്സ് ചെയ്ത് വെക്കണം, ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെക്കേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോർട്ടബിൾ ചാർജർ തന്നെ ചൂസ് ചെയ്തു. അതുപോലെ പോർട്ടബിൾ ചാർജറിന് പവർ കൺസപ്ഷൻ കുറച്ചുകൂടി കുറവാണ് വരുന്നത്. 5.5 മണിക്കൂറിനടുത്ത് വണ്ടി ഫുൾ ചാർജിന് എടുക്കും. ഫുൾ ചാർജ് ആവാൻ 5.5 മണിക്കൂർ, 0 to 100 ആവാനായിട്ട്. 0 to 80 കുറച്ചുകൂടി സ്പീഡിൽ ഒരു 3 hours-നുള്ളിൽ 0 to 80 വരും. അപ്പം ഈ നമ്മള് നോർമൽ യൂസിനാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. അപ്പം 100 ആക്കി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 80 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ 80% മൈലേജ് നമുക്ക് കിട്ടും. അപ്പോൾ 80 ആക്കാൻ 3 hours എടുക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുവരെ അങ്ങനെ പവർ അതായത് ചാർജ് തീരുന്നു എന്നുള്ളൊരു ടെൻഷനോ അങ്ങനെ? 3-4 തവണ ഞാൻ ഇതുപോലെ അത്യാവശ്യം ലോങ് ഒക്കെ ഒന്ന് പോയിട്ട് വരുമ്പോൾ 35-40 കിലോമീറ്റർ ചുറ്റളവില് പോയിട്ട് വരുന്ന സമയമൊക്കെ വീടിനോട് അടുക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18% കുറവ് ചാർജ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ മോഡുകളൊന്നും ചേഞ്ച് ആവില്ല. മോഡിൽ മാത്രമേ വണ്ടി ഓടുള്ളൂ. അതായത് അവര് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് കൊടുത്തത്. ഫോണിൽ പവർ മോഡ് ഓൺ ആവുന്ന പോലെ അത് ഓട്ടോമാറ്റിക്കലി വണ്ടിയിൽ ആക്റ്റീവ് ആവുകയാണ്. അത് ഞാൻ സർവീസ് സെന്ററിൽ വിളിച്ചു, ഇതുപോലെ മോഡ് മാറുന്നില്ലെന്നും പറഞ്ഞു. അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവര് ഇങ്ങനെ ഒരു ഫീച്ചർ വെച്ചിട്ടുണ്ടെന്ന്. അത് പക്ഷേ നമുക്ക് ഓടി ഇങ്ങ് വീട്ടിലെത്താം. അതൊരു 15 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞാൽ ഒരു 20 കിലോമീറ്ററിനടുത്ത് നമുക്ക് ആ ഒരു 80% 0 വരെ നമുക്ക് ഓടിയെത്താം. ചെറിയൊരു റിസർവ് ഇട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെയും ഒരു സാഹചര്യത്തിൽ പവർ തീരേണ്ടി വന്നപ്പോ എവിടെയെങ്കിലും അങ്ങനെ കയറി ചാർജ് ചെയ്യുവോ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയത് വണ്ടി ഡെലിവറി ഞാൻ എടുത്തോണ്ട് വരുമ്പോഴാണ്. എറണാകുളത്ത് വൈറ്റിലയിൽ നിന്ന് ഇവിടെ വരെ വണ്ടി, എറണാകുളം ടു പത്തനംതിട്ട 130 കിലോമീറ്റേഴ്സ് ഉണ്ട് ഏകദേശം. അപ്പം അതില് നമുക്ക് അത്രയും ഒരു റേഞ്ച് കിട്ടില്ല. അത് ഞാൻ ഡബിൾസ് തന്നെ, എന്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഡബിൾസ് ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് വരും ഒരു 90 കിലോമീറ്റേഴ്സ് വരെ കിട്ടി, റേഞ്ച് കിട്ടി. 90 കിട്ടി രണ്ടുപേരെ വെച്ച് കഴിഞ്ഞാൽ. അത് ഒരു 35 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താ വന്നത്. പിന്നെ അവിടുത്തെ ടെറൈനും ഡബിൾസിലുവാ. അപ്പൊ അത് ഓടി വന്ന് രാമങ്കരിക്ക് അടുത്തായപ്പോഴത്തേക്കും പിന്നെ ഒരു 5 കിലോമീറ്ററും കൂടിയേ ഓടത്തുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ ചോദിച്ചു ഇതുപോലെ ഭക്ഷണം കഴിക്കണം. അപ്പൊ അന്ന് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞുകൊണ്ട് ഇരുത്തി ഭക്ഷണം കഴിപ്പൊന്നും ഇല്ലായിരുന്നു, പാഴ്സൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരോട് തന്നെ ചോദിച്ചു വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ പത്തനംതിട്ട വരെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൂടിയാ കൊണ്ടുപോയത്. അപ്പൊ അത് കുത്തി അവിടെ ഇട്ട് 2 മണിക്കൂർ അവിടെ ഞാൻ ചാർജ് ചെയ്തു. അപ്പം പിന്നെ നമുക്ക് സുഖമായിട്ട് അവിടെ പിന്നെ പാഴ്സൽ മേടിച്ച് അവരുടെ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി 2 മണിക്കൂർ കൊണ്ട് ഒരു 50 കിലോമീറ്റർ കൂടി ചാർജ് ധാരാളം. അത് പിന്നെ ഓടിയങ്ങ്. അപ്പം ശരിക്കും ഇത്ര ലോങ് അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള അല്ല ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലോക്കൽ യൂസുകൾക്കും അല്ലെങ്കിൽ അടുത്ത് പോകുന്നതിനും ഒക്കെയാണ്. അപ്പൊ ഈ ലോങ് ഓടേണ്ടി വന്നോണ്ട് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത്. അല്ലാത്ത യൂസുകൾക്കെല്ലാം പിന്നീട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. എത്ര ഇവിടുന്ന് നല്ല ചങ്ങനാശ്ശേരി, മാവേലിക്കര, ചെങ്ങന്നൂർ, മാന്നാറ്, കൊട്ടാരക്കര ആ റേഞ്ചൊക്കെ എല്ലാം ഡബിൾസ് തന്നെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് പൊതുവെ ലോങ്ങിന് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന മാക്സി സ്കൂട്ടേഴ്സ് മാത്രമേ ആ ഒരു ടൂറിംഗ് ഇതിലോട്ട് വരുന്നുള്ളൂ. ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഹിമാലയൻ റൈഡും ഒക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ. ഏതറിൽ തന്നെ ലഡാക്കിലോട്ടോ മറ്റോ ഒരാള് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവരതിന്റെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് അതിന്റെ സജ്ജീകരണം ചെയ്തിട്ടാണ് അവര് പോകുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ. പിന്നെ നമ്മള് എപ്പോഴും അങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഈ പോർട്ടബിൾ ചാർജർ ഒന്ന് കയ്യിൽ കരുതിയാൽ മതി. ഓക്കെ. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. എല്ലാ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഒരു കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് സൈഡ് കാണുമല്ലോ. നമ്മൾ ആ നെഗറ്റീവ് സൈഡ് തീർച്ചയായിട്ടും നമ്മൾ പറയണം. കാരണം ഇത് എടുക്കുമ്പോൾ കണ്ണും പൂട്ടിച്ചെന്ന് എടുക്കാമെന്നും പറയാൻ നമുക്ക് പറ്റില്ല. എന്തായാലും കുറച്ച് നെഗറ്റീവുകൾ കാണും. അങ്ങനെ എന്തൊക്കെ ഒരു കുറച്ച് കോൺസ് ആണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടി ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ആണ്. വണ്ടിയിൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്ത് ഇത്ര കിലോമീറ്റർ യൂസ് ചെയ്ത് ഞാൻ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. എത്ര കിലോമീറ്റർ? 4500 കിലോമീറ്റർ ഓടിച്ചു.
3 മാസം കൊണ്ട് ഓക്കെ, അതിൽ തന്നെ ഉണ്ട് സാറ്റിസ്ഫൈഡ് ആണെന്ന്. കാരണം ഒരു സ്കൂട്ടർ അത്രയും 3 മാസം കൊണ്ട് 4000 കിലോമീറ്റർ ഒരു സ്കൂട്ടർ ഓടണമെങ്കിൽ അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ട്. പിന്നെ നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം മഴ സമയമാണ്, മഴയത്തും മഴയ്ക്ക് ശേഷവും വെറ്റ് റോഡിൽ കൂടി വണ്ടി നമ്മൾ റൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറെ ഇരിക്കുന്ന പില്ലിയന്റെ ഉച്ചി വരെയും ചെളി അടിച്ചു തരും. ഫ്ലാപ്പ് അത്ര ഇതാണ് യൂസ്ഫുൾ ആയിട്ട് ആ മഡ് ഗാർഡ് ഇത് വരുന്നില്ല, നല്ല പോലെ മേളിലോട്ട് ചെളി അടിക്കുന്നു. നല്ല ബുദ്ധിമുട്ടാണ്. പുറയിലിപ്പം വൈഫൊക്കെ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും മഴ കഴിഞ്ഞിട്ട് പോകണമെന്നും പുള്ളിക്കാരി ഞാൻ റെയിൻ കോട്ട് ഇട്ട് ഹെൽമെറ്റും വെച്ചായിരിക്കും, അല്ലെങ്കിൽ മൊത്തം ബാക്ക് വശം ഫുള്ള് ചെളി അടിച്ചു, ബാഗും എല്ലാം ചെയ്യും. അത് ഞാൻ കംപ്ലൈന്റ് ചെയ്തപ്പോ അവര് പറയുന്നുണ്ട് എല്ലാ വണ്ടിക്കും അതുണ്ട്, ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അത് പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്ന വണ്ടി ബാക്കിൽ, ഈ ബെൽറ്റ് ഡ്രൈവ് വരുമ്പോ അതിലും വെള്ളം പിടിച്ചിട്ട് അതും തെറിക്കുന്നത് വരുന്നുണ്ട്, അത്ര ഇത് വരുന്നുണ്ട്. അവരപ്പോ അതിനൊരു സേഫ്റ്റി അവിടെ കൊടുത്തിട്ടില്ല. അതൊരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോ അതൊരു റസ്റ്റ് അടിക്കാനോ അല്ല എന്തെങ്കിലുമൊക്കെ അവര് അതില് പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മമാരെയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഫുഡ് റെസ്റ്റ് ഇല്ല. ഫുഡ് റെസ്റ്റ് അതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ചേർന്ന് തന്നെ മറ്റ് സ്കൂട്ടറുകളുടെ പോലെ തന്നെ ഇവിടെ വരെ വരുന്നതേ ഉള്ളൂ. ബട്ട് പിനിയനെ നമ്മൾ ചവിട്ടി അമ്മമാർക്കും ഒക്കെ ചവിട്ടി വൺ സൈഡ് ഇരിക്കാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ്, ബാക്കി നമുക്ക് വണ്ടികൾക്കൊക്കെ മടക്കി വെക്കാനുള്ള അത് വരുന്നില്ല. തീർച്ചയായിട്ടും കുറച്ച് പവർ ഓറിയന്റഡ് ആകുമ്പോൾ അതിന്റെ ഡിസൈനിൽ അവർക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം. പിന്നെ ചിലപ്പോൾ ഫുഡ് റെസ്റ്റ് വന്നു കഴിയുമ്പോഴത്തെ വണ്ടിയുടെ ഈ ലുക്കേ മാറിപ്പോവാനും ഇതുണ്ട്. പിന്നെ ഓരോ മെറ്റീരിയൽ വരുമ്പം വെയിറ്റ് കുറയ്ക്കാനും മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി. പിന്നെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബാക്കില് അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. അപ്പൊ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഈ ജസ്റ്റ് ഈ ഗ്രാബ് റെയിൽ മാത്രമേ നമുക്ക് സപ്പോർട്ടിനായിട്ടുള്ളൂ. പുറകെ ഇരിക്കുമ്പം ആള് പുറകോട്ടൊന്ന് ആയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പവർ കൊടുക്കുമ്പോ പിടിക്കാനൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലേഡീസ് ഹാൻഡിൽ പോലും പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇരിക്കണം. ചിലപ്പോ അങ്ങനെ പിടിക്കാതിരിക്കുവാണെങ്കിൽ ഷുവറായിട്ടും പുറകോട്ട് പോകും. നമ്മൾ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുവാണെങ്കിൽ ആ ഒരു 2-3 കാര്യങ്ങളേ ഉള്ളൂ. സ്വിച്ചസ് ഒക്കെ പറയാൻ നോർമൽ സ്കൂട്ടർ പോലെ തന്നെയുള്ള സ്വിച്ചസ് ആണ്. അപ്പൊ പിന്നെ അതിലൊന്നും വണ്ടി ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന ഇലക്ട്രിക് വണ്ടികളിൽ ഓലയെ പറ്റി എനിക്കറിയില്ല. ഇപ്പൊ കിട്ടുന്ന ഇലക്ട്രിക് വണ്ടിയിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഇല്ല. അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. അത് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പ്രീമിയം സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ വണ്ടി നമ്മുടെ എത്തിക്കുന്നുണ്ട്. ഇതിന്റെ റീചാർജ് മറ്റേ ഇതിനകത്ത് ജിയോ സിം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റീചാർജ് ചെയ്യുമ്പോൾ സിഗ്നൽക്ക് അങ്ങനെ പ്രശ്നം എന്തെങ്കിലും വരാറുണ്ടോ? നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഗൂഗിൾ മാപ്പിംഗ് പിന്നെ ഏത് സമയത്തും കിട്ടും, അവൈലബിൾ ഏത് സമയത്തും അത് കിട്ടും. എപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതറിന്റെ സൈറ്റിൽ നിന്നും അത് ചെയ്തെടുക്കാം. പിന്നീട് ഒരു ഇത് വരുന്നത് സർവീസ് വല്ലതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവീസ് സെന്റർ എറണാകുളത്തേ ഉള്ളൂ. പിന്നെ വടക്കോട്ടാ ഉള്ളത്. കണ്ണൂർ, കാലിക്കറ്റ് ഭാഗത്തോട്ടുണ്ട്. ട്രിവാൻഡ്രം ഇല്ല അല്ലേ? ട്രിവാൻഡ്രം മിക്കവാറും അടുത്ത വർഷം ആവുന്ന ഒരു പറയുന്നു. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് സർവീസ് സെന്ററിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്രോച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ഡിസ്പ്ലേ ഒന്നും വർക്ക് ആവുന്നില്ല, എന്നുവെച്ചാൽ ടച്ച് ഒന്നും വർക്ക് ആവുന്നില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടിരിക്കും. അപ്പം അവിടെ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോഴത്തെ അവിടുത്തെ ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കേട്ടോ ഇതുപോലെ നമ്മുടെ മൊബൈല് റീബൂട്ട് ചെയ്യുന്ന പോലെ തന്നെ വണ്ടി നമുക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു മൊബൈൽ പോലത്തെ ഒരു സംഭവം തന്നെയാണ് വണ്ടി നമുക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ പവറും വോളിയം ബട്ടണും മൊബൈലിന്റെ എനിക്ക് പിടിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ വണ്ടി അതുപോലെ ബ്രേക്കും ആയിട്ട് കോമ്പിനേഷൻ, അത് 3-4 ഓപ്ഷൻസ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി റീസെറ്റ് ആയി. പിന്നീട് പുതിയ വാഹനം പോലെ ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കുന്ന പോലെ അതില് വണ്ടി പിന്നെ ഓക്കെ അവരപ്പോ ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇത് നല്ല പോലെ അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ
പറഞ്ഞു തരും. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് കൊണ്ടുചെന്നാൽ മതി. വേണമെന്നുണ്ട് അവർ വന്ന് ചെയ്യുമോ സർവീസ്? അത് അവരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് പല രീതിയിലുള്ള. അത് എടുത്തു കഴിഞ്ഞാൽ വന്ന് ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് 25-30 കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ. കൊച്ചിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ആദ്യം കരുതിയായിരുന്നു അങ്ങനെ വന്ന് ചെയ്യുവാണെങ്കിൽ ആ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ആണ്. ഇപ്പം 5000-ത്തിന് സർവീസിന് കൊണ്ടുപോകണം എനിക്ക്. 5000 കിലോമീറ്റർ ആകാറായി. ഏകദേശം എത്ര രൂപയുടെ കറണ്ട് പവർ യൂസ് ചെയ്ത് കാണും? ഏകദേശം 700-800 രൂപ ആ ഒരു റേഞ്ചിൽ പവർ ഉപയോഗിച്ച് കറണ്ട് യൂസ് ചെയ്ത് രൂപയുടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. 700-800 രൂപ 800 രൂപയുടെ കറണ്ട് ആയിട്ടുള്ളൂ. 4000 രൂപയ്ക്ക് 4500 മുകളിൽ ഓടിയിട്ടുണ്ട്. 4500 കിലോമീറ്ററിന് കൂടുതൽ ഓടിയിട്ടുണ്ട്. ഇന്നത്തെ പെട്രോൾ പ്രൈസിന് നമ്മൾ എത്ര രൂപയുടെ ഫ്യൂവൽ അടിക്കേണ്ടി വരും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 4500 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ വെറും 700 രൂപ മാത്രമാണ്. വേറെ ഇതൊന്നും വരുന്നില്ലല്ലോ, വേറെ മെയിൻ്റെനൻസുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സർവീസ് കോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. ടയർ ഒരു 10,000 ഒക്കെ കഴിഞ്ഞ് നോക്കിയാൽ മതി. അതിനെപ്പറ്റി അത്യാവശ്യം നോക്കുന്നുണ്ട്. ടയർ നോക്കിയപ്പോഴൊന്നും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ടയർ മൈലേജ് കിട്ടുന്നുണ്ട്. ഈ ടയർ അവൈലബിൾ ആണല്ലോ, ഈ സൈസ് അവൈലബിൾ 12 ഇഞ്ച് അല്ലേ ഇത്? അതെ. അവര് അവൈലബിലിറ്റി പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് ടയർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം. ഓക്കെ, അതിന്റെ ബെൽറ്റ് വരുന്നത് അത് അഴിക്കണമെങ്കിൽ അവർ ചെയ്താലേ പറ്റുള്ളൂ. പ്രത്യേകം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുക്കാൻ പാടില്ല. കാരണം ആ ടെക്നോളജി ഇവിടെ ആയി വരുന്ന എല്ലാവർക്കും അറിയണമെന്നില്ല. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടെൻഷന് ഒരു മീറ്റർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ടെൻഷൻ കറക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈലേജിനെ ബാധിക്കും. ബെൽറ്റ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. പിന്നീട് ഇതിന്റെ വാറന്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? വാറന്റി ബാറ്ററിക്ക് 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറന്റി പറയുന്നുണ്ട്. പിന്നെ അതിനുള്ളിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. 3 വർഷം വാറന്റി എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ കേടാവുന്നില്ല. ഇല്ല, 3 വർഷം കൊണ്ട് വണ്ടിയുടെ ബാറ്ററി കേടാവണമെന്നില്ല. അപ്പോൾ അത് 5 വർഷം ഒക്കെ അവര് പറയുന്നുണ്ട്. അവര് പറയുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റേഞ്ച് കുറഞ്ഞു വരുന്നു. അപ്പം ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് ആവശ്യം വരുവാണെങ്കിൽ എത്ര കോസ്റ്റ് ഏകദേശം ഇപ്പോഴാവുന്നത്? അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു 30,000-40,000 വരെ അത്രയും ആവുമല്ലേ? ഓക്കെ. അപ്പൊ 40,000 ആയാൽ തന്നെ നമ്മൾ അതിന്റെ ഡബിൾ പെട്രോളിന് മുടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മാസം ഞാൻ എങ്ങനെ പോയാലും ഒരു 3,500-4,000 രൂപയുടെ പെട്രോൾ അടിക്കുന്ന വ്യക്തിയാണ്. അത് കൂടുതലും നമ്മൾ 2 വീലർ യൂസ് ചെയ്യുന്ന ഈ കുഞ്ഞോട്ടത്തിനാണ്. അടുത്തൊക്കെ പോയിട്ട് വരും. അതിന് തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന വലിയ എമൗണ്ട് ആണ്. നമ്മളത് അറിയുന്നില്ല. ഈ 100, 200, 300 ഒക്കെ വെച്ച് അടിക്കുമ്പോൾ നമ്മളൊന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോഴൊക്കെ കയ്യിരിക്കാൻ 100 രൂപ എടുത്തിട്ട് നമ്മൾ പെട്രോൾ അടിക്കും. അത് പിന്നെ എവിടെ പോയെന്ന് ചിന്തിക്കും. അന്നേരമാണ് ആ പെട്രോൾ അടിച്ചായിരുന്നല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാനേ ഇല്ല. പേഴ്സിൽ 100 രൂപ ഉണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ കാര്യം നോർമൽ സ്കൂട്ടേഴ്സ് പോലെ തന്നെയാണോ? നോർമൽ സ്കൂട്ടേഴ്സിന്റെ പോലെ തന്നെ 5 വർഷത്തെ ഇൻഷുറൻസ് ആണ്. 5 വർഷത്തേത് വണ്ടി ഇപ്പോഴത്തെ ഫുൾ കവറേജും ബാക്കി തേർഡ് പാർട്ടി. 1 വർഷം ഫുൾ കവറേജും ബാക്കി തേർഡ് പാർട്ടി. വേണേ ഫുൾ കവറേജ് ആക്കാം, വേണമെങ്കിൽ ആക്കാം. അത് പിന്നെ ടാക്സ് എമൗണ്ട് മറ്റു വണ്ടികളെക്കാട്ടി കുറച്ച് കുറവാണ്. 8,000 സംതിങ്ങോളം വരുന്നുള്ളൂ. അപ്പം 15 വർഷത്തേക്ക് തന്നെ. 15 വർഷത്തേക്ക്. ചിലപ്പോൾ ആ ഒരു സമയം വരുമ്പം റൂൾ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും അറിയില്ല. ഇലക്ട്രിക്കിന്റെ ഒരു ഭാവി എന്തായിരിക്കും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു സമയം ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിലെത്താൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ഒരു 10 വർഷത്തിനുള്ളിൽ ഇതിന്റെ ഫുൾ സ്വഭാവം മാറ്റാനാണ്, റൂളും കാര്യങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾ അതുപോലെ ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏതർ 450X ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഈ വണ്ടി കയറ്റം കയറുന്നതിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന വണ്ടിയുടെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.